ജീവിതത്തിലൊരു ഗോൾ സെറ്റ് ചെയ്യണം. ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ നമ്മൾ അതിന് വേണ്ടി തയ്യാറാക്കി കഴിഞ്ഞ് നമ്മളതിന് വേണ്ടിയിട്ടുള്ള മനസ്സിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതൊന്നും മാറില്ല. ഉദാഹരണമായിട്ട് ഒരാൾക്ക് കളക്ടർ ആവണമെന്ന് വിചാരിച്ചു വെച്ചു. ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മനസ്സിൽ കളക്ടർ ആവണമെന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അത് ആ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് കഠിനമായി പ്രയത്നിക്കും. വേറൊരാൾ പറഞ്ഞിട്ട് ചെയ്യിക്കുന്നത്, അതായത് അധ്യാപകർ പറയുക അല്ലെങ്കിൽ രക്ഷിതാക്കൾ പറയുകയാണ് ഈ ഒരു കളക്ടർ ആകുമെന്ന് പറയുന്നതിനെക്കാട്ടിയും അതിനെ ഫലിക്കുക എന്താണ്, ആ കുട്ടിക്ക് സ്വയം ഉണ്ടാകുന്ന ഒരു മാനസിക തീരുമാനമാണ്. അത് ഒറ്റയ്ക്ക് ചേഞ്ച് ചെയ്യണം, അതിൻ്റെ മനസ്സിനെ ചേഞ്ച് ചെയ്തിട്ട് അതായത് ആ ഒരു ലക്ഷ്യത്തിലെത്തണം എന്നുള്ളൊരു അതിൻ്റെ ഒരു ഗോൾ അവിടെ സെറ്റ് ചെയ്യണം, എനിക്ക് കളക്ടർ ആവണം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഫസ്റ്റ് വേണ്ടത് എന്താണ്, നമ്മൾ ആ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോൾ ആയി മാറുക. അതായത് കളക്ടറാണ് ഇപ്പോൾ എന്നോ ആവുന്ന സംഭവത്തെ നമ്മൾ ഇന്നേ മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ കഴിയണം. കളക്ടറായി കഴിഞ്ഞാൽ കാണുന്ന അതായത് ആ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന റെസ്പെക്റ്റ്, ആ ജോലിയുടെ ആ ഒരു ഉത്തരവാദിത്തങ്ങൾ, അതൊക്കെ നമ്മൾ ഇന്നേ മനസ്സിലിട്ടിട്ട് ഇങ്ങനെ കണക്കൂട്ടി അതിനെങ്ങനെ ആസ്വദിച്ച് നമ്മൾ അത് സ്വയം അതായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആ ഒരു ഫീലിങ്സ് മനസ്സിൽ നിന്ന് പോവില്ല. നമുക്ക് എങ്ങനെയെങ്കിലും അതാവണം, ആ ലക്ഷ്യത്തിൽ എത്തണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി വരുന്ന എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ അതിന് കഴിയും. അപ്പം നമ്മൾ ആ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് ആ ഗോൾ ആയി ആ ഒരു എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായി മാറുക എന്നതാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് പിന്നെ നമ്മൾ എന്താ വേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ എന്തൊക്കെ ചെയ്താലാണ് അവിടേക്ക് എത്തും എന്നുള്ള കാര്യങ്ങളാണ്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയണം, നമ്മളുടെ ബുദ്ധി ഉപയോഗിക്കണം, നമുക്ക് കോൺഫിഡൻസ് വേണം അല്ലേ, നമുക്ക് സ്റ്റാമിന, വിൽ പവർ എല്ലാം വേണം. അതിനെക്കാട്ടൊക്കെ അപ്പുറം എന്താണ്, ഡിസിപ്ലിൻ വേണം. എന്തൊക്കെ വന്നാലും നമ്മൾ അതിൽ നിന്ന് മാറാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എല്ലാ കാര്യങ്ങളും അതിലേക്ക് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാനുള്ളൊരു കഴിവ് വേണം. അത് സ്വയം വരുത്തണം, വേറൊരാൾ പറഞ്ഞ് ചെയ്യിക്കാനായിട്ട് നല്ലത് നമ്മൾ സ്വയം അത് നമുക്ക് നേടണം എന്നുള്ള ആ ഒരു തീയ നമ്മുടെ മനസ്സിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾ പറഞ്ഞാൽ നമ്മളത് പിന്തിരിയില്ല. അതാണ് സ്വയം മാറ്റം വരുമ്പോഴുള്ള ഗുണം. വേറൊരാൾ പറഞ്ഞ് ചെയ്യുന്നതും നമുക്ക് സ്വയം തോന്നി ചെയ്യുമ്പോഴുള്ള മാറ്റം അതാണ്. നമ്മൾ സ്വയം എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് അത് ഉറച്ച് നമുക്ക് അവിടെ എത്തണം എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ ഏത് ശക്തി വന്നാലും അതിൽ നിന്ന് നമ്മൾ പിന്തിരിയില്ല. നമ്മൾ എന്താഗ്രഹിക്കുന്നോ അതാകും എന്നുള്ളൊരു പ്രകൃതി നിയമമാണ്. പക്ഷെ ആ ആഗ്രഹത്തിൻ്റെ തീവ്രത അനുസരിച്ചിട്ടാണ് അതാവുള്ളൂ. അതായത് വെറുതെ നമ്മൾ ആഗ്രഹിച്ചു നമ്മളതാകുന്നില്ല. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം നമ്മളുടെ ടൈം, നമ്മളുടെ എഫേർട്ട്, നമ്മൾ എത്രത്തോളം അതിൽ സഫറിങ് സഹിക്കുന്നു എന്നതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത്. നമ്മൾ അവിടേക്ക് പോകുമ്പോൾ പിന്തിരിപ്പിക്കാൻ നമുക്ക് പല ആൾക്കാരുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും നമ്മളെ പിന്നോട്ട് വലിക്കാൻ. എല്ലാവരും ഒരേ വഴിയിലൂടെ പോകുമ്പോൾ നമ്മളും ആ വഴിയിലൂടെ പോകണമെന്നാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവും. നമ്മൾ വേറിട്ടൊരു ഡിഫറെൻറ്റ് തീരുമാനം എടുത്ത് ഡിഫറെൻറ്റ് വഴിയിലൂടെ പോകുമ്പോൾ ആൾക്കാർ നമ്മളെ കളിയാക്കാൻ തുടങ്ങും. ആ വഴിയല്ല പോകേണ്ടത്, ഈ വഴിയാണ് പോകേണ്ടത് കൊണ്ട് നമ്മളെ വിളിച്ച് ഇങ്ങോട്ട് മാറ്റാൻ ശ്രമിക്കും ചിലവർ അല്ലേ. പക്ഷേ തീരുമാനം നമ്മളുടെയാണ്, നമുക്ക് എത്തേണ്ട വഴി അതാണെന്നുണ്ടെങ്കിൽ ആ വഴിയിലൂടെ നടക്കാനുള്ള ധൈര്യം, കോൺഫിഡൻസ് നമ്മൾ കാണിച്ച് ആ വഴിയിലൂടെ നടക്കണം. നമ്മളെല്ലാവരെയും ഫോളോ ചെയ്യേണ്ട ഒരാളല്ല, നമ്മളെ ഫോളോ ചെയ്യാനും കൂടെ നമ്മളും കൂടെ ഒരു മാതൃക പോലെ കാണിക്കാനുള്ള ധൈര്യം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് നമ്മൾക്ക് ആ ലക്ഷ്യത്തിൽ എത്തണം എന്നുള്ളത് നമ്മളുടെ തീരുമാനമാണ്. അവിടേക്ക് അത് മറ്റുള്ളവർക്ക് അറിയില്ല. നമ്മൾ പോകുന്ന വഴിയിലൂടെ പോയെങ്കിലാണ് നമ്മളവിടെ എത്തുമോ എന്നുള്ളത് അവർക്കറിയില്ല. നമ്മൾ പോകുന്ന വഴിയിൽ പല കല്ലും മുള്ളും കുഴിയും കുണ്ടൊക്കെ ഉണ്ടാവും. ഇതൊക്കെ സഫർ ചെയ്തിട്ടാണ് നമ്മൾ ആ സക്സസ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ എത്തുന്നത്. പക്ഷെ ആ എത്തേണ്ടടത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ കളിയാക്കുന്നവരായിക്കോട്ടെ, ചീത്ത പറയുന്നവരായിക്കോട്ടെ, പിന്തിരിപ്പിക്കുന്ന നെഗറ്റീവ് പറയുന്നവരൊക്കെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് തോൽവികൾ നേരിടേണ്ടി വരും. നമുക്ക് സക്സസ് എന്ന് പറഞ്ഞാൽ എളുപ്പമെത്തുന്ന ഒരു വഴിയല്ല. സക്സസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈസി അല്ല. അവിടെ എത്തണമെങ്കിൽ ഒരുപാട് തോൽവികളെ നമ്മൾ നേരിടേണ്ടി വരും. ആ തോൽവികളിൽ നിന്നെല്ലാം പാഠങ്ങൾ പഠിച്ച് വീണ്ടും ആ തോൽവിക്കുള്ള കാരണം ഉണ്ടാക്കാതെ എങ്ങനെ നമ്മളുടെ ആ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളത് ചിന്തിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത്. നമുക്ക് ആ ഒരു ലക്ഷ്യം, അതായത് അങ്ങനെ അത്രയ്ക്കും ഷാർപ്പായിട്ടുള്ള ഒരു ഫിനിഷിംഗ് പോയിന്റ് നമ്മുടെ മനസ്സിൽ നമ്മൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെത്തും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. അവിടെ എത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. നമ്മൾക്ക് അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളത് പല പ്രശ്നങ്ങളെയും നമ്മൾ നേരിടേണ്ടി വരും. പക്ഷെ ആ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ലക്ഷ്യത്തിലെത്തുന്നതിനെ ബാധിക്കാൻ പാടില്ല.
കാരണം നമ്മളുടെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി പറയണത്, അതായത് നമ്മുടെ വാല്യൂ സിസ്റ്റത്തിൽ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എത്തുക എന്നതാണ് പിന്നെയുള്ള നമ്മളുടെ അവസാനത്തെ ആ ഒരു ഇത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ മെയിനായിട്ടുള്ളതാണ് ടൈം. നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. നമുക്ക് ആ കിട്ടുന്ന ടൈം മാക്സിമം അതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾക്ക് എവിടെയാണോ എത്തേണ്ടത്, ഏത് ഫിനിഷിംഗ് പോയിന്റിലാണോ എത്തേണ്ടത് എന്നുള്ളത് നമ്മൾക്കറിയാം. അതിനെ ഒരിക്കലും എളുപ്പമല്ല എന്ന് പറഞ്ഞല്ലോ, എളുപ്പമായ ഒരു വഴി സക്സസ്സിലേക്കില്ല. അപ്പം നമ്മൾ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം നമ്മൾ അതിലേക്ക് സമയം, നമ്മളുടെ ബുദ്ധി അല്ലേ, നമ്മൾക്ക് കഴിയുന്നത്ര നമ്മൾ അറിവുകൾ എവിടെ നിന്നൊക്കെ കിട്ടാവുന്ന അത്രയും അറിവുകൾ നമ്മളെന്നും ഓരോന്നും അറിവ് കിട്ടാവുന്ന എല്ലാ വഴികളും നോക്കി അതിലേക്കൂടെ അറിവ് നേടി അതിലേക്ക് വേണ്ടി ഫോക്കസ് ചെയ്ത് കോൺഫിഡൻസായി ഭയമില്ലാതെ നമ്മളുടെ എല്ലാ വിൽ പവറും ഉപയോഗിച്ച് നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പരമാവധി നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ അവിടെ എത്തും. പക്ഷേ നമ്മൾക്ക് കുറച്ചുകൊണ്ട് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, നിരാശയാണ് എത്താതെ, അതായത് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മളവിടെ തളർന്നു. അതിനുവേണ്ടി നമ്മൾ എന്ത് വേണം? എപ്പോഴും നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന, അതായത് സക്സസ് ആയ ആൾക്കാരുമായിട്ടുള്ള കമ്പനിയാണ് വേണ്ടത്. അവരായിട്ട് നമ്മൾ ചങ്ങാത്തം കൂടുക. അവരുടെ എങ്ങനെ അവർ സക്സസ്സിലേക്ക് എത്തുന്നു, അവരുടെ വഴികൾ എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് ഈ വരുന്ന മാർഗങ്ങൾ, അവരുടെ തടസ്സങ്ങളെയൊക്കെ അവരെങ്ങനെ തരണം ചെയ്തിട്ടാണ് അവരുടെ സക്സസ്സിലേക്ക് എത്തുന്നത് എന്നുള്ളത് പഠിക്കുക. അതിനൊക്കെ നമ്മൾ അതിലേക്കായിട്ട് നിൽക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ആത്മസമർപ്പണം ചെയ്യണം. നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണെങ്കിൽ നമ്മൾ അതിനെ സ്നേഹിച്ചിരിക്കുന്നു. നമുക്കതൊരു ഭാരമായി തോന്നില്ല. നമുക്കതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പം നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ ഏറ്റവും കൂടുതൽ, അതായത് എത്രത്തോളം നമ്മളുടെ ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മളതിനെ എടുത്ത് അവിടെ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അത് അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും എത്തും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ തന്നെ അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യും, അതിന് വേണ്ടി വർക്ക് ചെയ്യുക. അങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറക്കാൻ കഴിയും. നമുക്ക് എന്താണ്, നമുക്ക് ഒരുപാട് സമയമുള്ളത് കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ആലോചിച്ച് ഇങ്ങനെ ഡിപ്രഷനായി നടക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ മറക്കും. നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയം നമുക്കവിടെ കിട്ടില്ല. ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ബാക്കി വരുന്ന പ്രതിസന്ധികളായാലും പ്രയാസങ്ങളായാലും അതൊക്കെ നമ്മൾക്ക് അതിനൊന്നും ആലോചിക്കാനുള്ള സമയം കിട്ടില്ല അല്ലേ? അപ്പം അങ്ങനെ സമയത്തെ മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ട് വെറുതെ മനസ്സിൽ ഡിപ്രഷനും വിഷമവും ആക്കാതെ നമ്മൾക്കൊരു ലക്ഷ്യം മുന്നിൽ കണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് ലക്ഷ്യപ്രാപ്തി ചെയ്ത് നമ്മുടെ ലൈഫ് ഫുൾഫില്ലായി ജീവിതം അവസാനിപ്പിക്കുക. അങ്ങനെ ജീവിച്ചാൽ അതിനാണ് ഒരർത്ഥം. നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നത് ദൈവം നമ്മളെ കൊടുത്തിരിക്കുന്നു. ഓരോ പർപ്പസ് ഓരോരുത്തർക്കും ഉണ്ട്. നമ്മൾ ജീവിച്ച് മരിച്ചു പോകുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും നമ്മൾക്കുണ്ട്. നമ്മൾക്കിപ്പോൾ എന്താ ദൈവത്തിൻ്റെ മനസ്സുകൊണ്ട് എന്തൊക്കെ ഉണ്ട്? കയ്യിനും കുഴപ്പമില്ല, കാലിന് കുഴപ്പമില്ല, കണ്ണിന് കാഴ്ചയില്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് ഇന്നത്തെ ആളുകളുടെ പ്രശ്നം. അതില്ലാത്ത ആൾക്കാർ അതിലും വലിയ ലക്ഷ്യത്തിലേക്ക് അവരെത്തുന്നു. അവർ കൈയില്ലാത്തവരും കാലില്ലാത്തവരും വരെ വലിയ വലിയ ഉയരങ്ങളിലെത്തിയിട്ട് അവർ മാതൃക കാണിക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്ക്. ഇതൊക്കെ ഉള്ള ആൾക്കാരും ഇല്ല എനിക്കതില്ല ഇതില്ല എന്നുള്ള പരാതികളാണ്. അവർക്ക് ആ ജീവിതത്തിനെ കുറിച്ചൊരു ലക്ഷ്യമില്ല. അവർക്ക് അവിടെ എത്തണം, അല്ലെങ്കിൽ എന്താണ് ഈ ലൈഫിനെ കുറിച്ചൊരു അർത്ഥം എന്നതിനെക്കുറിച്ച് അവർക്കൊരു ധാരണയില്ല. അവിടെ എത്താനുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫ് നമുക്ക് ഈ ഭൂമിയിൽ വെറുതെ കൊണ്ട് വന്നൊരു കുറച്ച് നേരം താമസിച്ച് പോവുക, ഇനി പിന്നൊരു വരവിനില്ലല്ലോ. ഈ വന്ന വരവ് മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മൾക്ക് നമ്മളുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക. നമ്മൾ എന്താണെന്നുള്ളത് നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയിട്ട് നമ്മളൊരു സക്സസ് ആയ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും നമ്മളെ ഫോളോ ചെയ്യും. എല്ലാവരും ഫോളോ ചെയ്ത് നടക്കുന്നതിനെക്കാട്ടും നല്ലതാണ് നമ്മളെ ഫോളോ ചെയ്യാൻ മറ്റുള്ളവർക്കൊരു മാതൃകയായി നമ്മൾ ജീവിതം കാണിച്ചു കൊടുക്കുക. ഒരു ലക്ഷ്യം വെച്ച് ആ ലക്ഷ്യത്തിലേക്ക് വെച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഞങ്ങളായിട്ട് ഷെയർ ചെയ്തു. താങ്ക് യു.